ക്രിമിനലുകളുടെ സ്വാധീനത്തിലാണെങ്കിൽ അതൊന്നും പറയില്ല. ഞാൻ പണം മരിച്ചവർ ഇവരായി പണം ആരില്ലാതെ വരും. നമ്മളെ എന്നേക്കാൾ പണം മരിക്കുന്ന വളരെ ബദലായിട്ടില്ല, അതറിയുന്നില്ല. അവരൊക്കെ അത് അർപ്പണിച്ചു പോയി. ഒരു പലിശയിൽ കിട്ടിയത് മുപ്പതിനായിരം അവർക്ക് ചെയ്യാറുണ്ട്. ഞങ്ങളും നല്ല വിവരമുണ്ടായിരുന്നു. 20 വർഷം കോളേജിലും സ്കൂളിലും പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ലോയും പാസ്സായാലാണ് ഞാൻ. അതിനെന്താ പാസ്സായത്? അതെന്താ പാസ്സായി? കേൾക്കട്ടെ, അത് വിദ്യാഭ്യാസം അത് കലാകാരൻ അവർ അംഗീകരിച്ചു. കലാകാരൻ എന്നുള്ളത് അല്ലാതെ വേറൊന്നും വിവരമായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വിവരമുണ്ട്. എന്തായാലും അവർക്ക് നിങ്ങൾ നമുക്ക് അനുവദിച്ചിട്ട് എഴുതണമായിട്ട് മനസ്സിലായിരുന്നു. പിണറായി ഒരു പണിയും ചെയ്തിട്ടില്ല. BSSകാരൻ ഉടുപ്പ് തയ്ക്കാനെന്ന് പറയുന്നത്. ഉടുപ്പ് തയ്ക്കാനുള്ള മോശപ്പെടുകയാണ്. ഒരു കലാകാരന്റെ സാങ്കേതിക വൈഭവം ഉണ്ടെങ്കിലും അയാളുടെ മനസ്സ് പിശാചിന്റേതാണ്. കണ്ണാടി വെച്ചവരെല്ലാം ചാങ്ങോറാവത്തില്ലെന്ന് ഏവനോട് പറഞ്ഞു. കണ്ണാടി വെച്ചവരും ഇതിനെ പോലെ ഉദ്ഘാടനം കിട്ടില്ല. ഏകാന്തരം വർഗീയവാദിയാണ് അയാൾ. ഇന്നും വർഗീയവാദിയായിരുന്നു. മൂലച്ച ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റാണ് അയാൾ. അറക്കാരമുള്ളതാണ്. മനസ്സിലല്ലേ? ഈ നാട്ടിലെ നായിക്കുള്ള വില പോലും അയാളുടെ വാക്കിൽ അയാളോട് കമ്മ്യൂണിസ്റ്റ് ലോകം പലരും മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ട മനസ്സിലായി. അവർക്ക് നിങ്ങൾ നമുക്ക് അനുവദിച്ചിട്ട് എഴുതാൻ മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് സുകുമാരന്റെ ആക്രോശം. ജസ്റ്റിസ് സുകുമാരന്റെ ഈ പട്ടികയിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഏതാണ്ട് ഈ പട്ടികയിൽ ചെറുപ്പം എന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പുനർവാസിയ സമുദായയുടെ കാലത്ത് തുടങ്ങിയതല്ല. ഇവിടെ ജഡ്ജിയായിട്ട് ചെയ്യുന്നതാണ് സംസാരിക്കുന്നത്. വളരെ മര്യാദ സംസ്കാരം നിയമബോധമല്ല, ഭരണഘടനാബോധമല്ല. പല പല മാഫിയായും ജസ്റ്റിസ് സുകുമാരനും ND മേനോനും പല സാഹിത്യകാരന്മാരെന്ന് പറയുന്നവർ അംഗങ്ങളാണെന്നാണ് പലരും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അവർക്ക് നിങ്ങൾ നമുക്ക് അനുവദിച്ചിട്ട് എഴുതാൻ മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ജീവിതത്തിൽ ഹിന്ദുക്കളെല്ലാം ബാലകൃഷ്ണനോടെ തോന്നിയിരിക്കുകയല്ലേ ഈ രാജ്യത്ത്. എന്നെ തോറ്റുപോയത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മതത്തിന്റെ തോറ്റേണ്ട അതങ്ങനെ രാജ്യമില്ല. ബാലകൃഷ്ണന്റെ കോട്ടിയാണ് കാര്യമുണ്ട് ഈ സമയത്ത്. അദ്ദേഹം മൊത്തമായിട്ട് അടങ്ങൊഴി അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ അസംബ്ലി. മനസ്സിലായി? അവർക്ക് നിങ്ങൾ നമുക്ക് അനുവദിച്ചിട്ട് എഴുതാൻ മനസ്സിലായില്ലേ?